ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA-യിൽ വൻ അഴിച്ചുപണി. 47 ഉദ്യോഗസ്ഥരെ പുറത്താക്കി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. വിവരങ്ങളുമായി ശരത്ലാൽ നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. ശരത്ലാൽ, സുപ്രധാനമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട നടപടിയാണ് ഇപ്പോൾ NDA നടത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും അവരെ പിരിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ്. 47 വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന മാത്രമല്ല, അവരെ ഇതിന് വീഴ്ചക്ക് നിയമ നടപടിക്ക് വിധേയമാക്കുന്നു എന്നാണ് NDA വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ NDAയുടെ നടപടിക്ക് മുമ്പേ തന്നെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സെക്രട്ടറിയെ മാറ്റി വിനീത ജോഷിയെ, സെക്രട്ടറി എന്ന വിനീത് ജോഷിയെ നമ്മൾ അപ്പോൾ തന്നെ മാറ്റിയ കാര്യം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്താണ്. അതിനുശേഷം NDA-യിലും തിരുത്തൽ നടപടി വരുന്നു എന്നുള്ളതാണ്. പുതിയ രീതിയിൽ സർക്കാർ ഈ പ്രശ്നത്തെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആരൊക്കെതിരെ നടപടി, അടുത്ത നടപടി ഉണ്ടാവുക മന്ത്രിയായ പ്രധാനെതിരെയാണോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. BJP വൃത്തങ്ങൾ പറയുന്ന പ്രധാന വകുപ്പ് മാറ്റും എന്നല്ലാതെ മന്ത്രിസ്ഥാനത്തിൽ പുറത്താക്കില്ല എന്നാണ്. ഏതായാലും വകുപ്പ് മാറ്റിയാൽ പോലും അത് വലിയൊരു സംഭവമാണ്. എന്നാലും NDA-യിലെ നടപടി ഒരു തുടക്കമാണ്. ആദ്യമായിട്ട് NDA ഇത്രയും സപ്പോർട്ട് ചെയ്ത സെക്രട്ടറി, അതായത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കേരള കേഡർ വിനോദ് ജോഷിയെ മാറ്റുന്നു. അതിനുശേഷം NDA-യിൽ നടപടി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ NDA-ലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നു എന്നുള്ളതാണ് വളരെ പ്രധാന ഘടകം. NDA സംബന്ധിച്ചോളം ഇതിനെ മറക്കാൻ വേണ്ടി വളരെ വലിയ ശ്രമമാണ് നടന്നതെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ നിയമ നടപടിക്ക് വിധേയമാക്കും. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കടുത്ത നിയമം വരുമ്പോൾ ഇവർ ആ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നൊരു സൂചനയാണ് ഇന്ന് NDA നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കർശന നടപടികളുമായിട്ട് NDA മുന്നോട്ട് പോകുന്നു. കാരണം ചോദ്യപേപ്പർ ചോർച്ചയോടുള്ള ജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ പോലും പ്രതികരണത്തിൽ സർക്കാർ ചെവി കൊടുക്കുന്നു കാര്യത്തിൽ നമ്മൾ പറയണം. നടന്നു മാത്രമേ അതിനുശേഷം തീർച്ചയായും ശരത്ലാൽ, എന്തായാലും വലിയൊരു അഴിച്ചുപണിയാണ് NTA-യിൽ നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ.